ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വാട്ടർമെലൺ ഫലൂഡിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വാട്ടർമെലണൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫലൂഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കറുത്ത കസ്കസ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കസ്കസ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അല്പം നേരം ഒന്ന് വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വത്തക്ക ഞാനിവിടെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫലൂഡയുടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറുത്ത കസ്കസ് കുതിർത്തെടുത്തതാണ്. സബ്ജ സീഡ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 2 ടീസ്പൂണ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു ലെയർ തന്നെ അങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള വത്തക്കയുടെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വത്തക്ക ഇതുപോലെ ചെറുതായിട്ട് അരിയുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൂടെ തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു റെഡ് കളറിൻ്റെ മുകളിൽ ഒരു വൈറ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-3 ടീസ്പൂണ് വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഞാൻ വാനില ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം റെഡും വൈറ്റും വരുന്ന ആ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ നട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നട്ട്സ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലെയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ വാട്ടർമെലൺ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ വത്തക്കയുടെ വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ആ ഒരു വെള്ളം നമ്മൾ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാട്ടർമെലൺ ഫലൂഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്